പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ വളരെ എളുപ്പത്തിൽ ഹെൽത്തി ആയിട്ടുള്ളൊരു ബ്രേക്ക്ഫാസ്റ്റാണ് തയ്യാറാക്കാൻ പോകുന്നത്. അപ്പോൾ അതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കിയാലോ. അപ്പോൾ ആദ്യം ഞാനിവിടെ അതിനായി ഒരു ചെറിയ ക്യാരറ്റാണ് എടുത്തിരിക്കുന്നത്. അത് ചെറുതായി കൊത്തിപ്പൊടിച്ച് അരിഞ്ഞെടുക്കണം. ഇനി ഒരു ചെറിയ സവാളയാണ്, അതും ഇതുപോലെ പൊടിപൊടിയായി അരിഞ്ഞെടുക്കുക. പിന്നീട് ഒരു പച്ചമുളകും ഒരു തക്കാളിയുടെ പകുതി കൂടി ഇതുപോലെ അരിഞ്ഞു കൊടുക്കുക. ഇതിൻ്റെ കൂട്ടത്തിൽ ഞാനൊരു ചെറിയ പീസ് ക്യാപ്സിക്കം കൂടി അരിഞ്ഞു ചേർക്കുന്നുണ്ട്. ഇത് ഓപ്ഷണലാണ്. കൂടെ തന്നെ ഒരു തണ്ട് കറിവേപ്പില അരിഞ്ഞു കൊടുക്കുന്നുണ്ട്. പകരം മല്ലിയില ആയാലും മതി. അങ്ങനെ ഇതിന് വേണ്ടുന്ന പച്ചക്കറികളെല്ലാം അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇതൊന്ന് മാറ്റി വെച്ച ശേഷം ഒരു ബൗളിലേക്ക് മുട്ട പൊട്ടിച്ചൊഴിച്ചു കൊടുക്കുന്നുണ്ട്. ഞാനിവിടെ 2 മുട്ടയാണ് എടുത്തിരിക്കുന്നത്. ഇതിലേക്ക് മുട്ടയ്ക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഒരു ബീറ്ററോ സ്പൂണോ ഉപയോഗിച്ച് നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കാം. ഇനി ഈ മുട്ടയിലേക്ക് 2 ടേബിൾ സ്പൂൺ പാലാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഇനി ഈ പാലും മുട്ടയും നന്നായി യോജിപ്പിക്കണം. ഇതിനുശേഷം ഒരു പാൻ അടുപ്പിൽ വെച്ച് ചൂടായ ശേഷം 2 സ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. എണ്ണ ചൂടായി വരുമ്പോഴേക്കും നമ്മൾ അരിഞ്ഞു വെച്ച പച്ചക്കറികളെല്ലാം തട്ടിയിട്ട് പാകത്തിന് ഉപ്പ് കൂടി ചേർത്ത് ഒന്നിളക്കി എടുക്കാം. ഏതാണ്ട് ഒരു 3 മിനിറ്റോളം ഒന്നിളക്കി കൊടുക്കണം. അപ്പോഴേക്കും ഈ പച്ചക്കറിയെല്ലാം ഒന്ന് വാടി വെന്ത് വരും. ഇനി ഈ പച്ചക്കറിയെല്ലാം പാലിലേക്ക് തന്നെ ഒന്ന് നിരത്തി വെച്ച ശേഷം നമ്മൾ നേരത്തെ മിക്സ് ചെയ്ത മുട്ടയും പാലും കൂടി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കണം. ഒരു ലോ ഫ്ലെയിമിൽ ഇട്ട് തന്നെ 1.5 മിനിറ്റ് നമുക്ക് ചൂടാക്കിയെടുക്കാം. മുമ്പ് ഒരു വീഡിയോ കണ്ടിട്ട് ഞാൻ ഈ റെസിപ്പി ചെയ്ത് നോക്കിയിട്ടുണ്ടായിരുന്നേ. ഇതിൻ്റെ കൂടെ പാലൊക്കെ ചേർത്തത് കൊണ്ട് സാധാരണ നമ്മൾ ഓംലെറ്റ് ഉണ്ടാക്കുന്നതിനേക്കാൾ കുറച്ചുകൂടി നല്ല ടേസ്റ്റാണ്. ഇതിൻ്റെ അരികിലായിട്ട് കുറച്ച് ഓയിൽ കൂടി തൂക്കി കൊടുത്താൽ കുറച്ചുകൂടി പഫിയായിട്ട് വരും. പകുതി വെന്ത് വരുമ്പോഴേക്കും അതിലേക്ക് ഒരു നുള്ള് ചില്ലി ഫ്ലേക്സ് തൂക്കി കൊടുക്കാം. ചില്ലി ഫ്ലേക്സ് ഇല്ലെങ്കിൽ കുരുമുളകിൻ്റെ പൊടി വിതറിയാലും മതി. അപ്പോൾ നമ്മുടെ മുട്ട കൊണ്ടുള്ള ബ്രേക്ക്ഫാസ്റ്റ് റെഡി ആയിട്ടുണ്ട്. നല്ല അടിപൊളി ടേസ്റ്റോടെ വളരെ സോഫ്റ്റ് ആയിട്ടുള്ള ചെറിയ ജ്യൂസി ആയിട്ടുള്ള ഈ റെസിപ്പി ഒന്ന് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ.